വല്യമാവനത് എന്ത് പറ്റി? ഏത് ശത്രുവിന്റെ കാര്യം ചോദിച്ചത്? എന്താ എന്താ ഉണ്ടായത്? മോനെ പരിഭവിക്കണ്ട. വല്യമാവനിടയ്ക്ക് ഇങ്ങനെയൊക്കെ പെരുമാറും. അത് ഉള്ളിലുള്ള ശത്രുവിനോട് തന്നെയാണ്. മനസ്സിലുള്ള കാലുഷ്യത്തിന്റെ അവസാന അംശം വരെ പുറത്തു കളയാൻ സ്വയം പരീക്ഷിക്കുന്ന ഒരുതരം ആത്മാന്വേഷണം. ഉള്ളിൽ അഹംബോധത്തിന്റെയും അഹങ്കാരത്തിന്റെയും കണിക അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ ശത്രുവായി കണ്ട് ഉച്ചാടനം ചെയ്യാനുള്ള ഒരു ഉപാധിയാണെന്ന്. ഓ, അങ്ങനെയാണോ? വല്യമാവിന്റെ രീതിയും മട്ടുമൊക്കെ കണ്ട് ഞാനത് ഭയന്നു. എന്തായാലും വല്ലാത്തൊരു പരിശീലനമാണത്. മോനെ, ആത്മീയത്തിൽ അങ്ങനെ പല പരീക്ഷണോപാധികളും ഉണ്ട്. അതൊക്കെ യഥാവിധി ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അല്ല, എന്താ മോനെ നീ ഇപ്പൊ വന്നത്? ഏയ്, ഒന്നുമില്ല. കുറച്ചുനേരം വല്യമാവനോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു വന്നാ. വല്യമാവനോട് സംസാരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സ്വസ്ഥതയും സമാധാനം കിട്ടുമല്ലോ. പിന്നെ കുഞ്ഞുനാളില് വല്യമാവൻ എന്നെ മടിയിൽ കിടത്തി കഥകൾ പറഞ്ഞു തരുന്നതും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പറ്റിയാൽ ഇതുപോലെ കുറച്ചു നേരം കിടക്കണമെന്നൊരാഗ്രഹം. എന്റെ മടിയിലോ? കൊള്ളാം. നീ ഇപ്പൊ വലിയ ആളായി പോയില്ലേ? ഇനിയിപ്പോ വലിയമ്മാവന്റെ മടിയിൽ കിടന്നിട്ട് എന്ത് കാര്യം? നീ ചെന്ന് നിന്റെ ഭാര്യയുടെ മടിയിൽ തലചേർത്ത് കിടക്കും. കൊള്ളാം. എന്നിട്ട് വേണം എന്റെ അമ്മയ്ക്ക് BP കൂടാൻ. അമ്മയെങ്ങനെ അറിഞ്ഞാണ്ടല്ലോ. ഏയ്, സ്ത്രീകളെ ഇതൊന്നും അറിയാൻ പോകുന്നില്ല. സ്ത്രീകളെ അറിയിച്ചുകൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാനെന്ന് നിനക്ക് നിർബന്ധമുണ്ടോ? അതല്ല അമ്മാവ, ഞങ്ങൾ തമ്മിൽ അടുത്ത് നിന്ന് സംസാരിച്ചാൽ പോലും വ്രതത്തിന്റെ കാര്യം പറഞ്ഞ് അമ്മ ഇടങ്കോലിടും. അതിന് അമ്മ അറിയാതിരുന്ന പോരെ. എന്ത് വ്രതമാണെങ്കിലും ഒന്ന് അടുത്തിടപെട്ടു എന്ന് കരുതി വ്രതം മുറിയൊന്നുമില്ല. ബ്രഹ്മചര്യം ലംഘിക്കരുത്, അത് മാത്രം നോക്കിയാൽ മതി. നീ ധൈര്യമായി പോയി അവളുടെ മടിയിൽ തലവെച്ച് കിടക്കടാ. ഓ, ഈ വല്യമാവന്റെ ഒരു കാര്യം. വല്യമാവൻ പറഞ്ഞതിന്റെ പേരിലേ ഞാൻ പോയി ദേവൂട്ടിന്ന് കണ്ടിട്ട് വരാം. നീ എന്താടാ സന്ധ്യക്ക് നാമം ചോദിക്കാൻ പോകത്ത്? ഞാനിവിടെ ഹോംവർക്ക് ചെയ്യുന്നത് അച്ഛൻ കാണുന്നില്ലേ? ഇംഗ്ലീഷൊക്കെ എഴുതി വെച്ചു, ഇനി മലയാളം എഴുതുക. എല്ലാം എഴുതിയോടാ? നോട്ടെ, എടുക്കിങ്ങോട്ട്. എന്താടാ എഴുതി വെച്ചേക്കുന്നേ? ഇംഗ്ലീഷും അതെ മലയാളവും അതെ. ഞാൻ വരുന്നതിന് മുമ്പ് നോട്ട്സ് എല്ലാം എഴുതി വെക്കണമെന്ന് പറഞ്ഞതല്ലടാ നിന്നോട്. നീ എന്താ കളിയാക്കാണ് എന്നെ? ഞാൻ ശരിക്കും തന്നെ എഴുതിയത്. ഇങ്ങനെയാണോ എഴുതുന്നത്? ശ്രുതി, ഇത് കണ്ടോ നീ നിന്റെ മോൻ എഴുതി വെച്ചേക്കുന്നത്? മനുഷ്യന് മനസ്സിലാവാത്ത എന്തൊക്കെ എഴുതി വെച്ചിട്ട് എഴുതി വെച്ചതൊക്കെ ശരിയാണെന്ന് പറഞ്ഞ് തർക്കുത്തരവും കൂടെ പറയുകയാണ്. ഇന്ന് ഞാൻ അച്ഛാ
ഏട്ടാ വേണ്ട. മാറ് സുധി. അടിക്കില്ല ഏട്ടാ അവനെ. വേണ്ട. ശരിയാ. അടിക്കില്ലേ? മാറ് സുധി അങ്ങോട്ട്. മാടി. അമ്മേ അമ്മേ അയ്യോ അമ്മേ അയ്യോ അയ്യോ അമ്മേ അമ്മേ ഇവനെ ഇന്ന് ഞാൻ ശരിയാക്കുന്നുണ്ട്. അച്ഛാ അച്ഛാ ഇങ്ങോട്ട് വേണം. നിൽക്കാനാണ് പറഞ്ഞേ. നിൽക്കാനാണ് ഏട്ടാ നിൽക്കാനാണ് പറഞ്ഞേ. മാറ് സുധി. അവനൊന്നും ചെയ്യരുത്. ഓടരുത്. എന്താ ഏട്ടായി കാണിക്കുന്നെ? അവന് തിരുത്തേണ്ടതിന് പകരം കാണുമ്പോഴൊക്കെ വടിയെടുത്ത് പിന്നാലെ ചെന്നാല് പിന്നെ അവൻ എന്ത് ചെയ്യും? നിങ്ങൾ ഇതെന്ത് ഭാവിച്ച? ഈ രാത്രി ഇനി അവ എവിടെ പോകുന്നു വെച്ച? എടി അവൻ നന്നാവാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത്. പിന്നെ നന്നാവാൻ വേണ്ടി എപ്പോഴും തല്ലാൻ ചെല്ലുവാണോ വേണ്ടത്? സ്നേഹത്തോട് പറഞ്ഞ പോരെ. എത്ര പറഞ്ഞാലും അവൻ കേൾക്കൂലല്ലോ. അടി ചെയ്യും ഉപകാരം അണ്ണൻ തമ്മിയും ചെയ്യൂല. നിങ്ങളുടെ ഒരു പഴഞ്ചൊല്ല്. എന്റെ ചെറുക്കിനെ ഇനി ഞാൻ എവിടെ പോയി തിരക്കും? നീ വിഷമിക്കണ്ട, ഞാൻ പോയി നോക്കാം. മോളെ ആ ടോർച്ചിങ് എടുത്തുണ്ടോ? ഒരു കാലത്ത് നന്നാവൂലെന്ന് ശബ്ദം എടുത്താ പിന്നെ എന്താ ചെയ്യുക? എന്റെ ദൈവമേ, ആണൊരുത്തുള്ള ഒരുത്തിനെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലാതായി പോവുമല്ലോ എന്റെ ഈശ്വര. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഇനി താ മോളെ. വേണ്ട, വെറുതെ ആൾക്കാരെ മുമ്പിൽ ചമ്മണ്ട. മര്യാദയ്ക്ക് നേരെ വെക്കാം. രാത്രി 2 സിപ്പപ്പ് കഴിച്ചാലോ? സിപ്പപ്പും കഴിച്ച് കൂളിംഗ് ഗ്ലാസും വെച്ച് ഈ റോഡിൽ കൂടി ഇങ്ങനെ സ്ലോ മോഷനിൽ നടക്കണം. അതൊരു വൈബാ.